23,731 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് ദേശീയ ഏകീകൃത പദ്ധതിയായ ഗോബർധന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇന്ത്യയുടെ ജൈവസമ്പത്തിനെ ക്ലീൻ എനർജി, ഗ്രാമീണ അഭിവൃദ്ധി, സാമ്പത്തിക വളർച്ച എന്നിവയാക്കി മാറ്റാനുള്ള നാഴികക്കല്ലാണ് ഈ ദേശീയ പദ്ധതി. സ്ഥിരതയുള്ള വില നിർണ്ണയം, മൂലധന സഹായം, പൈപ്പ്ലൈൻ കണക്ടിവിറ്റി, ധനസഹായം എന്നിവയിലൂടെ കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപാദനം ത്വരിതപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണ് പദ്ധതി. ആഭ്യന്തര കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപാദനത്തിൽ ഏകദേശം 10 ഇരട്ടി വളർച്ച കൈവരിക്കുന്നതിനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. हम सब जानते हैं कि भारत की जो नेचुरल गैस का कंजम्पशन है उसमें करीब 50% इंपोर्ट करना पड़ता है. इस 50% इंपोर्ट को कैसे कम करें उसके लिए लगातार कई प्रयास चल रहे हैं और हम सब जानते हैं कि किस तरह से जियोपॉलिटिकल डेवलपमेंट से भारत में एक वल्नरेबिलिटी आ जाती है. इफ देयर इज अ सीरियस जियोपॉलिटिकल कॉन्फ्लिक्ट then sometimes the import of LNG can be disrupted. So how to reduce this dependence is the objective. और इसमें अगर बहुत भारत के प्रॉपर बायो एग्रो रिसोर्सेज यानी गांव में खेती के बाद में जो बायोमास बच जाता है. കർഷകർ, ഗ്രാമീണ സംരംഭകർ, സ്വകാര്യ നിക്ഷേപം, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള പരിവർത്തനം, ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് വലിയ ഉത്തേജനമാകും പദ്ധതി. രാജ്യത്തെ സമൃദ്ധമായ കാർഷിക അവശിഷ്ടങ്ങൾ, കന്നുകാലി ചാണകം, മുനിസിപ്പൽ ജൈവമാലിന്യങ്ങൾ, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവയെ ക്ലീൻ എനർജി, ജൈവവളം, ഗ്രാമീണ വരുമാനം, ദേശീയ സമ്പദ് വ്യവസ്ഥ എന്നിവയിലേക്കുള്ള മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2035-36 സാമ്പത്തിക വർഷം വരെ പദ്ധതി നടപ്പിലാക്കും. കൂടാതെ ഇന്ത്യയുടെ ഭാവി ഊർജ്ജ മിശ്രിതത്തിന്റെ പ്രധാന സ്രോതസ്സായി കംപ്രസ്ഡ് ബയോഗ്യാസിനെ മാറ്റും. ഇന്ത്യയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് മേഖലയെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ ശക്തമായ ചട്ടക്കൂട് പദ്ധതിക്ക് നൽകും. ഈ രംഗത്തേക്ക് സ്വകാര്യ നിക്ഷേപം സമാഹരിക്കുക, രാജ്യത്തുടനീളം ഊർജ്ജസ്വലമായ ജൈവ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. CBG മേഖല ശക്തമാകുന്നതോടെ മാലിന്യങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമാകും. ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ശുദ്ധോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റും. കർഷകർ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ പങ്കാളികളാകും. ഗോബർധൻ പദ്ധതി രാജ്യത്തിന്റെ ബദൽ ഊർജ്ജ പുരോഗതിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി മുഴുവൻ CBG ശൃംഖലകളെയും ഒറ്റ സംയോജിത പ്ലാറ്റ്ഫോമിന്റെ പരിധിയിൽ കൊണ്ടുവരും. ഗുവാഹത്തി തേസ്പൂർ ഇടനാഴിയുടെ വികസനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അസമിലെ ദേശീയപാത 15-ലെ മംഗൾഡോയ് ബൈപ്പാസ് ഒഴികെ ഗുവാഹത്തിക്ക് സമീപമുള്ള ബൈഹത്ത ചരിയാലിയിൽ നിന്നും തേസ്പൂർ വരെയുള്ള 4-വരിപ്പാതയുടെ നിർമ്മാണത്തിനാണ് അനുമതി. 135.87 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയുടെ ചെലവ് 8,970.20 കോടി രൂപയാണ്. അസമിലെയും അരുണാചൽ പ്രദേശിലെയും ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഇടനാഴി നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.